നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അന്തിക്കാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായ ആലപ്പാട് CHSC രോഗികൾ കാത്തിരിക്കുന്ന ഭാഗത്തെ സീലിംഗ് അടർന്നു വീണു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും കുട്ടികളെയും ലക്ഷ്യമിട്ട് ചില്ലറ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവ് വലപ്പാട് പോലീസിന്റെ പിടിയിലായി. കയ്പമംഗലത്തെ വൻ ലഹരിവേട്ട. 2.5 കോടി വില വരുന്ന ഹാഷിഷ് ഓയിലുമായി കാളമുറി സ്വദേശി അറസ്റ്റ്. കാഞ്ഞാണി അറവിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് പാഞ്ഞു കയറി. വാർത്തകൾ വിശദമായി. അന്തിക്കാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായ ആലപ്പാട് CHSC രോഗികൾ കാത്തിരിക്കുന്ന ഭാഗത്തെ സീലിംഗ് അടർന്നു വീണു. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ ഫൈബർ ഷീറ്റ് വിരിച്ച മേൽക്കൂരയുടെ ഭാഗമാണ് തകർന്നു വീണത്. സംഭവ സമയത്ത് രോഗികൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. നവകേരള കർമ്മ പദ്ധതി, ആർദ്രം, നാഷണൽ ഹെൽത്ത് മിഷൻ എന്നിവയുടെ ഭാഗമായി 40 ലക്ഷം രൂപ ചെലവഴിച്ച് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച സീലിംഗ് ആണ് അടർന്നു വീണത്. ദിവസേന 100 കണക്കിന് രോഗികളെത്തുന്ന കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് അപകടം നടന്നത്. നിർമ്മാണത്തിലെ വീഴ്ച അന്വേഷിച്ച് കരാറുകാരനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ചാഴൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോഷി ആലപ്പാട്ട് ആരോഗ്യമന്ത്രിക്ക് നിവേദനം നൽകി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും കുട്ടികളെയും ലക്ഷ്യമിട്ട് ചില്ലറ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവ് വലപ്പാട് പോലീസിന്റെ പിടിയിലായി. തളിക്കുളം കൊപ്രക്കളം സ്വദേശി മതിലകത്ത് വീട്ടിൽ 20 വയസ്സുള്ള അമീറാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ പിടിയിലായത്. ഇയാളിൽ നിന്ന് 144 ഗ്രാം കഞ്ചാവും ചില്ലറ വിൽപ്പനയ്ക്കായി കരുതിയ 11 സിപ്ലോക്ക് കവറുകളും പോലീസ് പിടിച്ചെടുത്തു. പ്രതിയുടെ കൊപ്രക്കളത്തുള്ള വീട്ടിൽ വലപ്പാട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. പ്രതിക്കെതിരെ NDPS നിയമത്തിന് പുറമെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പായ സെക്ഷൻ 77 കൂടി കൂട്ടിച്ചേർത്താണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ SHO O അനിൽകുമാർ, SI CN ബിനു, GSI ഉണ്ണി, GSI ഭരതൻ ഉണ്ണി, GSI റംല, CPO ജസ്ലിൻ തോമസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കയ്പമംഗലത്തെ വൻ ലഹരിവേട്ട. 2.5 കോടി വില വരുന്ന ഹാഷിഷ് ഓയിലുമായി കാളമുറി സ്വദേശി അറസ്റ്റിൽ. മാരക മയക്കുമരുന്നായ 2.5 കിലോയോളം ഹാഷിഷ് ഓയിലുമായി കുപ്രസിദ്ധ ഗുണ്ട കാളമുറി പടിഞ്ഞാറ് പഴുപ്പറമ്പിൽ വീട്ടിൽ 29 വയസ്സുള്ള അർജുൻ തമ്പി എന്നയാളെ കയ്പമംഗലം പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടി. വ്യാഴാഴ്ച വൈകിട്ടോടെ പ്രതിയുടെ കാളമുറിയിലുള്ള വീട്ടിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ലഹരി മരുന്ന് ശേഖരം കണ്ടെടുത്തത്. വീട്ടുപറമ്പിൽ നിർത്തിയിട്ടിരുന്ന പ്രതിയുടെ ഫോർച്യൂണർ കാറിനുള്ളിൽ രഹസ്യമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു ഹാഷിഷ് ഓയിൽ സൂക്ഷിച്ചിരുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ 2.5 കോടിയോളം രൂപ വിലമതിക്കുന്ന മാരക ലഹരി വസ്തുവാണിത്. അർജുൻ തമ്പി കയ്പമംഗലം, അന്തിക്കാട്, മതിലകം പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു കവർച്ച കേസിലും 4 വധശ്രമ കേസിലും ഒരു മോഷണ കേസിലും 5 അടിപിടി കേസുകളിലും അടക്കം ആകെ 12 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഡാൻസ് ഓഫ് സംഘവും കയ്പമംഗലം പോലീസും സംയുക്തമായാണ് ഈ പരിശോധന നടത്തിയത്. കയ്പമംഗലം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. കാഞ്ഞാണി അറവിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് പാഞ്ഞു കയറി. എറവിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് റോഡിന് എതിർവശത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് പാഞ്ഞുകയറി. വിദ്യാർത്ഥികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബസിന്റെ സ്റ്റിയറിംഗ് റാഡിന്റെ അറ്റം മുറിഞ്ഞു എന്നാണ് ഡ്രൈവർ പറയുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ അയ്യന്തോൾ അമൃത വിദ്യാലയത്തിൽ നിന്നുള്ള കുട്ടികളുമായി വന്നിരുന്ന ബസ്സാണ് പാഞ്ഞു കയറിയത്. 35ഓളം കുട്ടികളോളം ബസ്സിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവസാനം ഇറങ്ങാനുള്ള 4 കുട്ടികളും ആയിയും ഡ്രൈവറും മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത്. സംസ്ഥാന പാതയിൽ 6ാം കല്ലിൽ വെച്ച് ബസിന്റെ സ്റ്റിയറിംഗ് റാഡിന്റെ അറ്റം മുറിഞ്ഞതോടെ നിയന്ത്രണം വിട്ട് റോഡിന് എതിർവശത്തുള്ള പറമ്പിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ബസ്സുകൾ അടക്കം നിരവധി വാഹനങ്ങൾ ഇടതടവില്ലാതെ ചീറിപ്പാഞ്ഞു വരുന്ന പ്രദേശമാണ് ഇവിടെ. മരങ്ങൾക്കും കടകൾക്കും സമീപത്തായി എവിടെയും തട്ടാതെയാണ് ബസ് നിന്നത്. കണ്ടുനിന്ന പ്രദേശവാസികൾ ഓടിയെത്തിയെങ്കിലും ആർക്കും പരിക്കേൽക്കാത്തതിനാൽ ആശ്വാസമായി. സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് പരിശോധനകൾ ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൃശൂർ നഗരത്തിന്റെ അതീവ സുരക്ഷിത മേഖലകളിൽ ഡ്രോൺ പറത്തി. വിയൂർ അതീവ സുരക്ഷാ ജയിൽ, സെൻട്രൽ ജയിൽ, ഫയർഫോഴ്സ് അക്കാദമി, എഞ്ചിനീയറിംഗ് കോളേജ്, ചെമ്പൂക്കാവ് എന്നിവിടങ്ങളിലാണ് പുലർച്ചെയിൽ ഡ്രോൺ പറന്നത്. പുലർച്ചെ 12 മുതൽ
ഏകദേശം 3 മണിക്കൂർ നേരം ഡ്രോൺ പറത്തിയെന്നാണ് വിവരം. ഏകദേശം 60 മീറ്റർ ഉയരത്തിൽ വരെ ഡ്രോൺ പറത്തിയെന്ന് വിലയിരുത്തൽ. ഇത് സംബന്ധിച്ച് വിയൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിയൂർ അതീവ സുരക്ഷാ ജയിലിന് മുകളിൽ 3 തവണയാണ് ഡ്രോൺ പറന്നത്. റീൽ ചിത്രീകരണം ആയിരിക്കാം എന്നാണ് പ്രാഥമിക വിവരം. വിയൂർ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം തുടരുന്നു. കുന്നംകുളം അക്കിക്കാവിൽ കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. വെള്ളാർക്കാട് സ്വദേശി വാസുവിന്റെ മകൻ തറമേൽ ഞാലിൽ വീട്ടിൽ 24 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ ആയിരുന്നു അപകടം. കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് സുധീഷ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിനു ശേഷം നിർത്താതെ പോയ ലോറിയെ അതുവഴി വന്ന മറ്റൊരു യാത്രക്കാരൻ പിന്തുടർന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നു. സ്കൂട്ടറിനെ ലോറി 100 മീറ്ററോളം ദൂരത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സുധീഷ് രക്തം വാർന്ന നിലയിൽ അരമണിക്കൂറോളം റോഡിൽ കിടന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു. ആ വഴി വന്ന പോലീസ് സംഘമാണ് കുന്നംകുളം പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്ന് കുന്നംകുളം പോലീസ് എത്തി യുവാവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. HVACR എംപ്ലോയീസ് അസോസിയേഷൻ ചാവക്കാട് താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ വേൾഡ് റെഫ്രിജറേഷൻ ഡേയും ട്രെയിനിംഗ് ക്ലാസും സംഘടിപ്പിച്ചു. നാട്ടിക സഹകരണ സംഘം ഹാളിൽ നടന്ന പരിപാടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. HVACR ചാവക്കാട് താലൂക്ക് പ്രസിഡന്റ് ജോയ്സൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KK കിരൺ വിശിഷ്ടാതിഥിയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് സാബു, ജില്ലാ സെക്രട്ടറി ഗിരീഷ്, ജില്ലാ കമ്മിറ്റി അംഗം PM മധുലാൽ, HVACR ചാവക്കാട് സെക്രട്ടറി രമേശ് P, ചാവക്കാട് താലൂക്ക് ട്രഷറർ സുബിൻ എന്നിവർ സംസാരിച്ചു. ട്രെയിനർ നിഷാദ് MA ട്രെയിനിംഗ് ക്ലാസ് നയിച്ചു. വളരെയേറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് വിഭാഗത്തിന്റെ ലോക റെഫ്രിജറേഷന്റെ ജൂൺ 26 പങ്കെടുക്കാൻ കഴിഞ്ഞത്. പോകണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ അതിന് പ്രത്യേകമായിട്ടുള്ള ക്ലാസ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെയുമാണ് HVACR എന്ന് പറയുന്ന കൂട്ടായ്മയെ കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞത്. ജീവിതത്തിന്റെ ദൈനംദിനമായിട്ടുള്ള നിരവധിയായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്നവരാണ്. ഇപ്പോ ലോക റെഫ്രിജറേഷൻ ഡേ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെല്ലാ ആളുകളും അറിയുന്ന ഒന്നായി വന്നിട്ടില്ല. അതൊരു വസ്തുതയാണ്. 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ടെക്നോളജി വർദ്ധിക്കുന്നതിനനുസൃതമായി പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്ര ഗവേഷണ നേട്ടങ്ങളും വഴി മനുഷ്യ ജീവിതത്തിൽ പ്രയോജനകരമായിട്ടുള്ള വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചാവക്കാടിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ പ്രതി അറസ്റ്റിൽ. ചാവക്കാട് മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തുവാൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. ഒരുമനിയൂർ മുത്തമ്മാവ് സ്വദേശി ചീക്കോടൻ ഷോബിയാണ് അറസ്റ്റിലായത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. വാർത്താ നേരം തുടരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൈമംഗലത്ത് 2.290 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ കൂടി അറസ്റ്റിൽ. കയ്പമംഗലം കൂരിക്കോഴി സ്വദേശി കൊട്ടേക്കാട്ട് വീട്ടിൽ 20 വയസ്സുള്ള അജ്നാസ്, 17 വയസ്സുള്ള നിയമവുമായി പൊരുത്തപ്പെടാത്ത ഒരു കുട്ടി എന്നിവരാണ് പിടിയിലായത്. മുഖ്യപ്രതി കാളമുറി സ്വദേശി അർജുൻ തമ്പിയെ വ്യാഴാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPS നേതൃത്വത്തിൽ തൃശൂർ റൂറൽ പോലീസ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വൻ ലഹരി ശേഖരം പിടികൂടിയത്. അന്താരാഷ്ട്ര വിപണിയിൽ 2.5 കോടിയോളം രൂപ വിലമതിക്കുന്നതും വാണിജ്യാടിസ്ഥാനത്തിലുള്ളതുമായ 2.290 കിലോഗ്രാം ആശിഷ് ഓയിലുമായാണ് 3 പേരെ കയ്പമംഗലം പോലീസും ജില്ലാ ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് സംയുക്തമായി പിടികൂടിയത്. അർജുൻ തമ്പിയുടെ കാളമുറിയിലെ വീട്ടിലും പരിസരത്തും പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ലഹരി ശേഖരം കണ്ടെടുത്തത്.
വീട്ടുപറമ്പിൽ നിർത്തിയിട്ടിരുന്ന ഫോർച്യൂണർ കാറിൽ നിന്നും പ്രതിയുടെ വീട്ടിൽ നിന്നുമാണ് ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തത്. ബാംഗ്ലൂരിൽ നിന്നും വലിയ അളവിൽ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിച്ച് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഉപയോഗിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി. ലഹരി സൂക്ഷിച്ചിരുന്ന ഫോർച്യൂണർ കാറും പോലീസ് പിടിച്ചെടുത്തു. യുവജനവേദി വായനശാല വാളമുക്കിന്റെ CV സിദ്ധാർത്ഥൻ മാസ്റ്റർ 7ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ഞായറാഴ്ച വൈകിട്ട് 3:30 യുവജനവേദി മൈതാനത്ത് സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ TR അഭിരാമിയെ ചടങ്ങിൽ ആദരിക്കും. പുരസ്കാര ചടങ്ങുകൾ പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി TM റോയ് പുരസ്കാര വിതരണം നടത്തും. K ടൈറ്റ് 1ാം റാങ്ക് ഹോൾഡറും അധ്യാപകരുടെ പരിശീലകയുമായ K അഞ്ജലി മുഖ്യാതിഥിയാകും. കോയമ്പത്തൂർ കൃഷ്ണമ്മാൾ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ TR അഭിരാമിയെ ചടങ്ങിൽ ആദരിക്കും. വായനശാല സെക്രട്ടറി KK രാമകൃഷ്ണൻ, പ്രസിഡന്റ് ബിന്ദു ഘോഷ്, യുവജനവേദി ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജൂബിലി K അപ്പുകുട്ടൻ, വായനശാല ജോയിന്റ് സെക്രട്ടറി ധർമ്മൻ കളപ്പുര എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബ് വർഷാരംഭത്തോടനുബന്ധിച്ച് 20ാം റീജിയൻ സേവന പദ്ധതികളുടെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ജൂലൈ 1 രാവിലെ 9 മണിക്ക് മണലൂർ സാന്റ് ജോസ് കെയർ ഹോമിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് റീജിയൻ ചെയർമാൻ പീതാംബരൻ രാരംഭത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MM മെഡിക്കൽ കെയറും സൈമൺ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നേത്രപരിശോധന, ഭക്ഷ്യക്കിറ്റ് വിതരണം, രോഗീ ധനസഹായ വിതരണം, വൃക്ഷത്തൈ വിതരണം എന്നിവയും നടക്കും. മെഡിക്കൽ ക്യാമ്പിൽ സൗജന്യ തൈറോയ്ഡ്, പ്രമേഹ പരിശോധനകളും നടക്കും. വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷറഫ് ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞാണിയിലെ 2 ലയൺസ് ക്ലബിന് പുറമെ വാടാനപ്പള്ളി, വെങ്കിടങ്ങ്, എങ്ങടിയൂർ, തളിക്കുളം, നാട്ടിക, പെരിങ്ങോട്ടുകര ലയൺസ് ക്ലബ്ബുകളുടെ സഹകരണവും പരിപാടികൾക്ക് ഉണ്ടാകും. സോൺ ചെയർമാൻമാരായ രാജൻ ജോസ്, ഹരിലാൽ, അപ്പുകുട്ടൻ, ക്ലബ് പ്രസിഡന്റ് KR വാസവൻ, ക്ലബ് അംഗം പ്രഭാരാജൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊല്ലൂർ ESI ആശുപത്രിക്ക് സമീപം സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 20ഓളം പേർക്ക് പരിക്കേറ്റു. തലൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന മാതാ ബസ്സും തൃശൂരിൽ നിന്ന് തലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സുമംഗലി ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ യാത്രക്കാരായ 20ഓളം പേർക്ക് പരിക്കേറ്റു. ബസ്സിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫയർഫോഴ്സ് ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ആമ്പല്ലൂരിൽ അടിപ്പാതയുടെ പാർശ്വഭിത്തിയിൽ ലോറി ഇടിച്ച് അപകടം. ഡ്രൈവർ പാലാ സ്വദേശി ജയിന് നിസാര പരിക്കേറ്റു. ലോറിയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. പാലയിൽ നിന്ന് പാലക്കാട്ടേക്ക് കരിയോയിൽ കൊണ്ടുപോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയത്. തൃശൂർ ഭാഗത്തേക്കുള്ള അടിപ്പാതയുടെ പാർശ്വഭിത്തിക്ക് മുകളിൽ ലൈറ്റ് സ്ഥാപിക്കാനുള്ള കോൺക്രീറ്റ് ബീമിലാണ് ലോറി ഇടിച്ചത്. പുതുക്കാട് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്ക് ഗതാഗത കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് മേൽപ്പാലത്തിലൂടെയാണ് താൽക്കാലികമായി വാഹനങ്ങൾ കടത്തിവിട്ടത്. ആളൂരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് DYFI SFI പ്രവർത്തകർ മാർച്ച് നടത്തി. പോലീസ് തീപിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, മരിച്ച വിദ്യാർത്ഥി ജുവാൻ, ഗുരുതരമായി പരിക്കേറ്റ അനന്തകൃഷ്ണൻ എന്നിവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആളൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് 100 മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ബലപ്രയോഗം നടന്നു. പ്രതിഷേധ ധർണ CPIM ജില്ലാ കമ്മിറ്റി അംഗം KP ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. DYFI മാള ബ്ലോക്ക് സെക്രട്ടറി P വിനു അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി TS സന്തോഷ്, അക്ഷയ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ പേരകം വാഴപ്പള്ളി മരക്കാത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് 6 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും വെള്ളിയും കവർന്നു. 1 പവന്റെ താലിയും പൊട്ടുമടങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ, വെള്ളിയുടെ 2 പ്രഭമണ്ഡലങ്ങൾ, ഒരു വെള്ളിവാൾ എന്നിവയാണ് മോഷണം പോയത്. മേൽശാന്തി സുധീഷ് ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വിവരം അറിയിച്ചു. ഗുരുവായൂർ SI TI സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സംഭവ സ്ഥലത്ത് വിരടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. ഓഫീസിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കടന്ന മോഷ്ടാവ് താക്കോൽ കൈക്കലാക്കിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയിലും ഉപദേവതകളുടെയും ഗോപുരം തുറന്നത്. മോഷണം നടത്തിയതും മോഷ്ടാവ് നടന്നു പോകുന്ന ദൃശ്യം സമീപത്തെ CCTV പതിഞ്ഞിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തിക്കാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായ ആലപ്പാട് CHSC രോഗികൾ കാത്തിരിക്കുന്ന ഭാഗത്തെ സീലിംഗ് അടർന്നു വീണു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും കുട്ടികളെയും ലക്ഷ്യമിട്ട് ചില്ലറ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവ് വലപ്പാട് പോലീസിന്റെ പിടിയിലായി.
കയ്പമംഗലത്തെ വൻ ലഹരിവേട്ട. 2.5 കോടി വില വരുന്ന ഹാഷിഷ് ഓയിലുമായി കാളമുറി സ്വദേശി അറസ്റ്റ്. കാഞ്ഞാണി അറവിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് പാഞ്ഞു കയറി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.